വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈനമോൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ രൂക്ഷ വിമർശനം. കളക്ടറുടെ പരസ്യ പ്രസ്താവന ഉചിതമായില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. അപകടത്തിന്റെ ഉത്തരവാദി പോലീസ് എന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് ADMന്റെ വളരെ ക്ലിയർ ആയിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു, പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ളൊരു പോലീസിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പോലീസിന്റെ എന്തായാലും ഒഫീഷ്യലായിട്ടുള്ള മറുപടി വരട്ടെ, ഇനി ഞാൻ അതിനുശേഷം പ്രതികരിക്കാനുണ്ട്. അല്ല, അതിൽ ഞാൻ പോലീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രൊസീഡിങ്സ് വളരെ ക്ലിയർ ആയിരുന്നു. അത് നിരസിച്ച് ഉത്തരവായിട്ടുള്ളതാണെന്നുള്ള പ്രൊസീഡിങ്സ് ക്ലിയർ ആയിരുന്നു. അതിലൊരു ഡയറക്ഷൻ ഉള്ളതാണ്, അത് പോലീസിന് എത്തിച്ചതുമാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് മുഴുവൻ ജോലിയും ഇതിൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്നു എന്നുള്ളതിന് മറുപടി എനിക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊന്ന് കിട്ടട്ടെ, ഇനി വരെ വെയിറ്റ് ചെയ്യും. പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാരെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അപകടത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെടിക്കെട്ട് തടയാൻ ഉത്തരവിട്ടവരെ നിശബ്ദരാക്കിയതിന്റെ ഫലമാണ് അപകടമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിനെതിരെയാണ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത്. അവിടെ നടന്ന കാര്യങ്ങളാകെ പരിശോധിച്ചാൽ സർക്കാരാണ് പലരെയും നിശബ്ദമാക്കിയത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നേരത്തെ ഇത് തടഞ്ഞവരെ അടക്കം നിശബ്ദമാക്കിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ ഏതന്വേഷണത്തിനും തയ്യാറെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിസഭാ ഉപസമിതി നാളെ പരവൂർ സന്ദർശിക്കും. സർക്കാരിന് ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. ഏതന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. പക്ഷേ ഗവൺമെന്റ് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത്. വരും, അതിന്റെ സമയമാകുമ്പോൾ അത് വരും നിശ്ചയമായിട്ടും. സമ്പൂർണ്ണ വെടിക്കെട്ട് നിരോധനം ഏർപ്പെടുത്തണമെന്ന് DGP TP സെൻകുമാർ. പോലീസിന്റെ ഈ നിലപാട് DGP അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന്റെ മുന്നോടിയായാണ് AGയെ നിലപാട് അറിയിച്ചത്. വെടിക്കെട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുക മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെന്ന് DGP വ്യക്തമാക്കി. വെടിക്കെട്ടിന് അനധികൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ എന്ന് പരിശോധിക്കാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും DGP വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഘടകപൂരങ്ങൾ ചടങ്ങ് മാത്രമാക്കാൻ പൂര സംഘാടക സമിതിയുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വെടിക്കെട്ട് നിരോധനത്തിന് ഇളവ് ലഭിച്ചില്ലെങ്കിലാകും നടപ്പിലാക്കുക. സംഘാടക സമിതിയുടെ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ വെടിക്കെട്ട് നിരോധിക്കാനുള്ള കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ദിൽജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ദിൽജിത്ത്, വിശദാംശങ്ങൾ എന്താണ്? മനു, വെടിക്കെട്ടിന് അനുമതി ലഭ്യമായില്ലെങ്കിൽ ഇപ്പോൾ പൂരം സംഘാടക സമിതി തീരുമാനിച്ചതുപോലെ തന്നെ ഘടകപൂരങ്ങളും 8ഓളം ഘടകപൂരങ്ങളുടെ ക്ഷേത്രങ്ങളിലും പൂരവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങുകളെല്ലാം തന്നെ പേരിന് മാത്രമായി ഒതുക്കാനാണ് ഇപ്പോൾ സംയുക്ത സംഘാടക സമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നലെ കൈക്കൊണ്ട തീരുമാനത്തിന് ഘടകക്ഷേത്രങ്ങളെല്ലാം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തു വന്നതോടുകൂടി തന്നെ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടും പ്രധാന വെടിക്കെട്ടും നടത്താനാവാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് പൂരത്തിന്റെ സംഘാടനത്തിനെ പ്രധാനമായും ബാധിക്കും എന്നൊരു ആശങ്ക ഇന്നലെ അവർ പ്രകടിപ്പിച്ചു. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഈ ഒരു ഉത്തരവിനെ മറികടക്കാൻ അല്ലെങ്കിൽ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പൂരം പൂർണ്ണമായി മാത്രമായി ഒതുക്കേണ്ടി വരുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ ഒരു ആശങ്ക മറികടക്കുന്നതിനായി ഇപ്പോൾ 2007 തൃശൂർ പൂരത്തിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവിന്റെ പകർപ്പ് കൂടി ഹാജരാക്കിക്കൊണ്ട് ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരാനായി ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സംയുക്തമായി ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ഘടകപൂരങ്ങൾ കൂടി ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ പത്രസമ്മേളനം വിളിച്ച് പൂരത്തിന്റെ സംഘാടനത്തിനായുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സാധ്യമാകുന്ന സഹായങ്ങളെല്ലാം അല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുമെന്ന കാര്യവും ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.
പറവൂർ വെടിക്കെട്ടിലെ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെയെന്നതിൽ ദുരൂഹത. കരാറുകാരൻ കൃഷ്ണൻകുട്ടി മരിച്ചു എന്നാണ് അപകടത്തിന് ശേഷം പോലീസ് ആദ്യം നൽകിയിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെപ്പറ്റി വിവരമില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അപകട ദിവസം പുലർച്ചെ കൃഷ്ണൻകുട്ടിയെ വർക്കലയിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന് ഉത്തരവാദി ആരെന്ന ചോദ്യം ബാക്കി നിൽക്കെ രണ്ടാം കരാറുകാരൻ എവിടെയെന്നത് സംബന്ധിച്ച ദുരൂഹതയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. വെടിക്കെട്ടിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും കരാറുകാരനായ വർക്കല സ്വദേശി കൃഷ്ണൻകുട്ടി അപകടത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന് ഭരണകൂടത്തിനും പോലീസിനും വ്യക്തതയില്ല. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലെത്തിച്ച മൃതദേഹങ്ങളിൽ ഒന്ന് കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. മാത്രമല്ല, അപകടം നടന്നതിന് ശേഷം കൃഷ്ണൻകുട്ടിയെയും ഭാര്യ അനാർക്കലിയെയും വർക്കലയിലെ വീട്ടിൽ കണ്ടതായി സമീപവാസികളും പറയുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെ മാത്രമല്ല, അടുത്ത ബന്ധുക്കളെ പോലും കണ്ടെത്താൻ പോലീസിന് ആകുന്നില്ല. ഇവരുടെ പരവൂരിലെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 5 കിലോ കരിമരുന്നും അലുമിനിയം പൊടിയും 10 ചാക്കോളം പടക്കങ്ങളും അമ്മിട്ടുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻകുട്ടി എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസും നിഷ്ക്രിയത്വം കാണിക്കുന്നു. പരവൂരിൽ മത്സരക്കമ്പം തന്നെയാണ് നടന്നതെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും നിരോധിത വെടിമരുന്നുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലും കൃഷ്ണൻകുട്ടിയുടെ തിരോധാനം വലിയ ദുരൂഹത തന്നെയാണ് ബാക്കിവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വെടിക്കെട്ട് അപകടം നടന്ന പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും പരിസരങ്ങളിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിദഗ്ധ സംഘം തെളിവെടുപ്പ് നടത്തുന്നു. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ DNA പരിശോധന ഇന്ന് ആരംഭിക്കും. 13 മൃതദേഹങ്ങളാണ് ഇനിയും തിരിച്ചറിയാനുള്ളത്. വിവരങ്ങൾ രാജ്കുമാർ നൽകും. രാജ്കുമാർ, DNA പരിശോധന ആരംഭിച്ചു. ഒപ്പം തന്നെ കേന്ദ്ര സംഘത്തിന്റെ പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? മനു, ഇതിൽ 21 പേരെയാണ് കാണാതായിട്ടുള്ളത്. 13 മൃതശരീരങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. പക്ഷെ ഈ 13 മൃതശരീരങ്ങൾ എന്ന് പറയുമ്പോൾ പലതും ചാക്കുകെട്ടിലാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിവിധ ആശുപത്രികളിലാണ് ഇതുള്ളത്. ഇത് ഒരു ചാക്കുകെട്ടിൽ എത്ര പേരുടെ മൃതശരീരമുണ്ട്, അല്ലെങ്കിൽ എത്ര പേരുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് തുടങ്ങിയ പലതരത്തിലുള്ള സംശയമുള്ളത് കൊണ്ടാണ് DNA ടെസ്റ്റ് അനിവാര്യമായെന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയതും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ DNA-ക്ക് വേണ്ടി പ്രത്യേക കൗണ്ടർ ആരംഭിച്ചതും. ഇതിൽ കാണാതായവരുടെ ബന്ധുക്കൾ അവരുടെ കോശങ്ങൾ അതുപോലെ തന്നെ രക്തസാമ്പിളുകളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ബയോടെക്നോളജി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നടപടികളൊക്കെ തന്നെ നടക്കുന്നത്. അതേസമയം കേന്ദ്ര അന്വേഷണ സംഘം, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക സംഘം, 3 പേര് ഉൾപ്പെടുന്ന സംഘം ഇവിടെ വന്ന് അന്വേഷണം നടത്തി ഇവിടുന്ന് പോയി കഴിഞ്ഞു. അവര് ഇതിന്റെ ഈ വെടിമരുന്നുകൾ, ഏതൊക്കെ വെടിമരുന്നുകളാണ് ഇതിൽ സ്ഫോടക വസ്തുക്കൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളവയാണ്, നിരോധിക്കപ്പെട്ടവയുണ്ടോ, ഇതിന്റെ ഒരു ആഘാതം പഠനം, അങ്ങനെയുള്ള വിവിധ ചിത്രങ്ങൾ, ദൃശ്യങ്ങളും ചിത്രങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ സാമ്പിളുകളും കെമിക്കൽ സാമ്പിളുകളും ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. കേരള പോലീസും അതുപോലെ ഈ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും ഒക്കെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവർ വിശദമായ റിപ്പോർട്ട് നൽകും. ഇനിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറ്റു പല വകുപ്പുകളും ഡിപ്പാർട്ട്മെന്റുകളും കൂടി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം ഇതിൽ കൂടുതൽ ആൾക്കാർ കീഴടങ്ങുമെന്നുള്ള ഒരു അഭ്യൂഹമുണ്ട്. ഇന്നും ഇതിൽ ഭരണസമിതിയിൽപ്പെട്ടവർ ഇനിയും വരാനുള്ള കീഴടങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം. മറ്റുള്ളവർക്ക് വേണ്ടി ഇതിൽ കൃഷ്ണൻകുട്ടി അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കടമക്കുടി വയൽ നികത്തൽ സംബന്ധിച്ച മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്കുറിപ്പുകൾ പീപ്പിളിന്. ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് വിഷയം മന്ത്രിസഭയിലെത്തിയത്. കടമക്കുടി പദ്ധതി പൊതുതാൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്ന നെൽവയൽ തണ്ണീർത്തട സംസ്ഥാന സമിതിയുടെ എതിർപ്പ് റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് ഫെബ്രുവരി 25-ന് ചേർന്ന മന്ത്രിസഭാ യോഗം വയൽ നികത്താൻ തീരുമാനമെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് ചേർന്ന ഫെബ്രുവരി 25-ലെ മന്ത്രിസഭാ യോഗത്തിലാണ് എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ 47 ഏക്കർ നെൽവയൽ നികത്താൻ അനുമതി നൽകിയത്. മെഡിക്കൽ ടൂറിസത്തിനായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കാൻ വയൽ നികത്താനായിരുന്നു അനുമതി. പിന്നീട് വിവാദമായ തീരുമാനത്തിന്റെ മന്ത്രിസഭാ നടപടിക്കുറിപ്പുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയാതെയാണ് മന്ത്രിസഭയിൽ വിഷയമെത്തിയത്. മന്ത്രിസഭാ തീരുമാനം അറിയിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ നടപടിക്കുറിപ്പാണ് മറ്റു വകുപ്പുകളുടെ പരിഗണനയ്ക്കെത്തിയത്. നടപടിക്രമങ്ങൾ അനുസരിച്ച് മറ്റു വകുപ്പുകളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പദ്ധതി മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വരേണ്ടത്. 2008-ലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് വയൽ നികത്താൻ അനുമതി നൽകേണ്ടത് ഇതിനായുള്ള സംസ്ഥാനതല സമിതിയാണ്. മെഡിക്കൽ ടൂറിസം പദ്ധതി പൊതു താൽപര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് സംസ്ഥാനതല സമിതി റിപ്പോർട്ട് നൽകിയത്. ഇക്കാര്യം മന്ത്രിസഭാ കുറിപ്പിൽ റവന്യൂ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർപ്പ് മറികടന്നായിരുന്നു തീരുമാനമെന്നും രേഖകളിൽ വ്യക്തമാണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്താണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ മന്ത്രിസഭയിൽ എത്തിയതെന്നാണ് വിവരം. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിഷേധിച്ചപ്പോഴും റവന്യൂ വകുപ്പിന്റെ ഉത്തരവിനെ പരസ്യമായി ന്യായീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തിരുന്നു. MR സജീഷ്, തിരുവനന്തപുരം.
തിരികെ വാർത്തകളിലേക്ക്. മരുന്ന് മാറി കുത്തിവച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. പത്തനംതിട്ട ചിറ്റാർ സ്വദേശി സ്മിതയുടെ കുട്ടിയാണ് മരിച്ചത്. സ്മിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു കോട്ടയത്തു നിന്നും. പ്രശാന്ത്, സംഭവം എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനായി പ്രവേശിച്ചിരുന്ന പത്തനംതിട്ട ചിന്നാർ സ്വദേശി സ്മിതയുടെ കുട്ടിയാണ് ഉദരത്തിൽ തന്നെ വെച്ച് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് സ്മിതയുടെ കുഞ്ഞിന്റെ മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സ്മിതയ്ക്ക് ഇഞ്ചക്ഷന്റെ ടെസ്റ്റ് ഡോസ് നൽകിയപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. തുടർന്നാണ് കുഞ്ഞ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംഭവം. മരിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയ ശേഷം മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം 100-ൽ 2 പേർക്ക് ഇത്തരത്തിൽ ഇങ്ങനെ മരുന്ന് നൽകുമ്പോൾ ചില അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം. എന്നാൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ പ്രതികരിക്കാൻ ഇവർ ആരും തന്നെ തയ്യാറായിട്ടില്ല. സ്മിത ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഡോക്ടർമാർ നൽകുന്ന വിവരം. മനു, തീർച്ചയായിട്ടും ടി പി പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് തിരിച്ചടി. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് തമിഴ്നാട് ഹർജി പിൻവലിച്ചു. നേരത്തെ അണക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് CISF-ന്റെ സഹായം ആവശ്യമില്ലെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ജൂൺ 1 തന്നെ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത്തവണ 104 മുതൽ 110% വരെ അധിക മഴ ലഭിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന മറാത്തുവാഡ മേഖലയിലും ഇത്തവണ മികച്ച മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. കൊടും ചൂടിന് ആശ്വാസമേകി ജൂൺ 1 തന്നെ കേരളത്തിൽ കാലവർഷം എത്തും. ദക്ഷിണ പടിഞ്ഞാറൻ കാലവർഷം ഈ വർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. സെപ്റ്റംബർ 31 വരെ മഴ സജീവമായിരിക്കും. ഇക്കുറി 104 മുതൽ 110% വരെ അധിക മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി LS റാത്തോഡ് വ്യക്തമാക്കി. കടുത്ത വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന മഹാരാഷ്ട്രയിലെ മറാത്തോഡ മേഖലയിലും മികച്ച മഴ ലഭിക്കും. എൽനിനോയ്ക്ക് ശേഷം സമുദ്രത്തെ തണുപ്പിക്കുന്ന ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നതാണ് മികച്ച മഴയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മഴ കുറയും. മികച്ച മഴ ലഭിക്കുമെന്നറിഞ്ഞതോടെ കർഷകരും പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കാനാണ് UDF BJP ശ്രമമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. പഴയ ബേപ്പൂർ പൊടിതട്ടിയെടുക്കാനുള്ള നീക്കം പരാജയപ്പെടുമെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ സംഗമവും നടന്നു. തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കാനാണ് UDF BJP ശ്രമം. പഴയ ബേപ്പൂരിനെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടപ്പാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച ദേശീയതയും അഭിപ്രായ സ്വാതന്ത്ര്യവും എന്ന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. RSS ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടരും തുല്യ ദുഃഖിതരാണ്. 2 കൂട്ടരും ചിന്തിക്കുന്നത് എങ്ങനെ ജനവിധിയെ അട്ടിമറിക്കാമെന്നാണ്. പഴയൊരു പാക്കേജ് ഉണ്ട്, അത് പൊടിതട്ടിയെടുക്കാമെന്നാണ്. അതാണ് വടകര ബേപ്പൂർ മോഡൽ. ഇത്തരമൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് അണിയറക്കുള്ളിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരവും RSSന്റെ തത്വശാസ്ത്രവും ഒത്തുപോകില്ല. അതുകൊണ്ട് തന്നെ RSS അജണ്ട സംസ്ഥാനത്ത് നടപ്പാകില്ലെന്നും പിണറായി പറഞ്ഞു. സംസ്ഥാനത്ത് UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സംഗമവും ചടങ്ങിൽ നടന്നു. തലസ്ഥാനത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ലോയേഴ്സ് യൂണിയന്റെ ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറന്മുള മണ്ഡലത്തിൽ ശിവദാസൻ നായരെ കോൺഗ്രസ് വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് 52 വർഷത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി തങ്കച്ചൻ കാക്കനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DKTF സംസ്ഥാന സെക്രട്ടറിയായ തങ്കച്ചൻ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പ്രഥമ കുളനട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങി 30 വർഷം ജനപ്രതിനിധിയായിരുന്നു. വീണ ജോർജിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും തങ്കച്ചൻ കാക്കനാട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായ പാലക്കാട് തരൂർ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതാണ് കാരണം. കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യവുമായി തരൂർ മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നു. തരൂരിനു പകരം മറ്റൊരു സീറ്റെന്ന ജേക്കബ് ഗ്രൂപ്പിന്റെ ആവശ്യം കോൺഗ്രസ് നിരസിച്ചതോടെയാണ് പാർട്ടി പ്രവർത്തകരാരുമില്ലാത്ത പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലം ജേക്കബ് വിഭാഗത്തിന്റെ തലയിലായത്. ജേക്കബ് ഗ്രൂപ്പിനിവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും കഴിഞ്ഞില്ല. സ്വതന്ത്രനെ പോലും അംഗീകരിക്കില്ലെന്ന നിലപാടുമായി തരൂർ മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് വന്നു. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും മറിച്ചൊരു അഭിപ്രായമില്ല. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ. തങ്ങൾക്കൊരു സീറ്റ് നൽകിയാൽ
സ്വാഭാവികമായും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. അത് കഴിയാതെ പോവുകയോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി അവിടെ എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരില്ലാതെ അവിടെ വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ സാധിക്കാത്തതുകൊണ്ടും അത്തരം സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടുകുത്തും എന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. തരൂരിൽ പ്രവർത്തകരില്ലാത്തതിനാൽ എന്തു ചെയ്യണമെന്ന് ജേക്കബ് വിഭാഗത്തിന് നിശ്ചയവുമില്ല. UDF-ൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ LDF പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. സിറ്റിംഗ് MLA-യും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണിവിടെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പതിറ്റാണ്ടുകളായി കൈവശമുള്ള മണ്ഡലം നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമവും ചരിത്രം തിരുത്തിക്കുറിക്കാമെന്ന LDF പ്രതീക്ഷയുമാണ് ഇക്കുറി തൃശൂർ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. കഴിഞ്ഞ 5 വർഷം സർക്കാരിനെതിരെ ശക്തമായി രംഗത്തെത്തിയ VS സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയായപ്പോൾ പത്മജ വേണുഗോപാലിനെയാണ് UDF രംഗത്തിറക്കിയത്. BJP സ്ഥാനാർത്ഥിയായി B ഗോപാലകൃഷ്ണനും മത്സരരംഗത്തുണ്ട്. കയ്പമംഗലത്ത് നിന്ന് തൃശൂരിലേക്ക് മാറിയ VS സുനിൽകുമാറിന് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. നഗരം പൂരത്തിരക്കിന്റെ ആവശ്യത്തിലേക്ക് നീങ്ങുമ്പോഴും LDF-ന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. ഇക്കഴിഞ്ഞ 5 വർഷം സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ പോരാടിയ സുനിൽകുമാർ 2.5 പതിറ്റാണ്ടിന് ശേഷം തൃശൂർ മണ്ഡലം തിരികെ പിടിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. തൃശൂർ കോൺഗ്രസ് കുത്തകയാണെന്ന പ്രചാരണം തെറ്റാണെന്നും സുനിൽകുമാർ പറഞ്ഞു. 14 നിയമസഭാ ഇലക്ഷനുകളിൽ 6 തവണ ജയിച്ചിരിക്കുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ പിന്നെ ഇത് UDF-ന്റെ കുത്തകയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തവണ ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലും സുനിൽകുമാറിനുള്ള ആത്മബന്ധങ്ങൾ പ്രചരണത്തിൽ LDF പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ഡിവിഷനുകൾ ഉൾക്കൊള്ളുന്നതാണ് മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് കോർപ്പറേഷൻ ഭരണം പിടിക്കാനായതും ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പത്മജ വേണുഗോപാലാണ് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി. ലീഡർ K കരുണാകരന്റെ മകളെന്ന പരിഗണന തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്ന് പത്മജ പറയുന്നു. തീർച്ചയായിട്ടും ദിവസം കഴിയുന്ന ഒരു ആത്മവിശ്വാസം കൂടെയാണ്. കാരണം എല്ലാവരുടെ മുഖത്തും കാണുന്ന ആ ഒരു സ്നേഹം കാണുമ്പോൾ കൂടുതൽ സന്തോഷത്തിലാണ് ഞാൻ. 25 വർഷമായി കോൺഗ്രസിലെ തേറമ്പിൽ രാമകൃഷ്ണനായിരുന്നു തൃശൂർ മണ്ഡലത്തിലെ പ്രതിനിധി. എന്ത് വില നൽകിയും മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലാണ് UDF പ്രചാരണം. കാര്യമായ വികസന പ്രവർത്തനങ്ങൾ എടുത്തുകാട്ടാൻ ഇല്ലാത്തത് പത്മജിയുടെ പ്രചരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. സുനിൽകുമാറിന്റെ ജനകീയ പിന്തുണയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശങ്ക പടർത്തുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയായി B ഗോപാലകൃഷ്ണനും പ്രചരണ രംഗത്തുണ്ട്. അപ്പോ ഈ നാടിന് ഒരു മാറ്റം വേണം. ആ മാറ്റം ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശക്തന്റെ തട്ടകം പൂരാഘോഷത്തിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ മുന്നണികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ 10 മടങ്ങ് ആവശ്യത്തിലെത്തും. ക്യാമറാമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. ജൈവ പച്ചക്കറികൾ ഓണത്തിനും വിഷുവിനും മാത്രം ലഭിക്കുന്നതായി മാറരുതെന്ന് നടൻ മമ്മൂട്ടി. എപ്പോഴും ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷുവിനോടനുബന്ധിച്ച് CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിഷരഹിത പച്ചക്കറി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.